അല്ല, ഈ റീഇൻറ്റർപ്രിട്ടേഷനെ പറ്റി വിശാലിന് ചോദിക്കണ്ടായില്ല. അത് എം ടിയുടെ ഒരു ബേസിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രീക്ക്, ആ ക്രിയേറ്റീവായിട്ടുള്ള ധാരയിൽ ഈ ഒരു നമ്മൾ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറം പോവുക എന്നുള്ളത് ആണ് എം ടിയുടെ എന്ത് കാര്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും. അതായത് ലേഖനം എഴുതുമ്പോൾ പോലും ആ സാധനം ഉണ്ടാവും. സാധാരണത്തിൽ ലേഖനം നമ്മൾക്കൊരു ഒരു വിഷയത്തെപ്പറ്റി ഇപ്പോൾ എഴുതുന്ന സമയത്ത് വളരെ പ്രത്യക്ഷമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുക. ഓഷ്വിറ്റ്സിൽ പോകുന്നുണ്ട് എം ടി. ഓഷ്വിറ്റ്സിൽ പോയിട്ട് അവിടെ നാസികൾ കൊന്നിട്ടുള്ള ആൾക്കാരുടെ, നാസികൾ ഗ്യാസ് ചേമ്പറിൽ ചുട്ടു കരിച്ചിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഈ ചാരം കൊണ്ടാണ് ഓഷ്വിറ്റ്സിലെ വഴികളിലൊക്കെ, അതിന് മുകളിൽ കൂടെ നമ്മൾ നടന്നു പോവുക. അവിടെ പോയി ഇതുപോലെ ഈ ആൾക്കാരെ കൊന്ന ആൾക്കാരുടെ എല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പം അതൊക്കെ കണ്ടിട്ട് എം ടി എഴുതുന്നൊരു വാചകമുണ്ട്. മനുഷ്യൻ, എത്ര സുന്ദരമായ പദം. ഗോർക്കിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ, ഗോർക്കി എഴുതിയ വാക്കുകളാണ്. ഗോർക്കിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ, ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട്, ഗോർക്കിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തു പോയിരുന്നു എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചത്, ഇതെങ്ങനെ ഇത് എഴുതുന്ന സമയത്ത് എങ്ങനെ ആ ഗോർക്കിയിലേക്ക് എങ്ങനെ നിങ്ങൾ പ്രത്യേകിച്ചും ആ മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് എങ്ങനെ എത്തുന്നത്? അപ്പം ഇവിടെ അതും ഞാൻ ആലോചിച്ചിട്ട് എഴുതിയൊന്നുമല്ല, അങ്ങനെ വന്നു പോയപ്പോൾ. പക്ഷെ ബേസിക്കായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ചന്തുവിനെ കണ്ടെത്തുന്നത്, ഭീമസേനനെ കണ്ടെത്തുന്നത്, ഇതെല്ലാം സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു സാധാരണ മനുഷ്യരുടെ കാഴ്ചയ്ക്ക് അപ്പുറമുള്ളൊരു കാഴ്ച അത് അന്തർലീനമായിട്ട് അവിടെ ഉണ്ട്.